ത്രേശാശരണം. പരീക്ഷയുടെ കാലഘട്ടമാണ്. പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യണു. ചിലർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കണു, ചിലർ പരീക്ഷ എഴുതി കഴിഞ്ഞു, ചിലർ പരീക്ഷ എഴുതാൻ പോകുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പരീക്ഷയുടെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാമെന്ന് വെച്ചു. ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവൻ സോഷ്യലി, ഫിസിക്കലി, ഇമോഷണലി, മെൻ്റലി, അതേപോലെ സ്പിരിച്വലി ബൗണ്ടഡ് ആണ്. നമ്മൾ താമസിക്കുന്ന സൊസൈറ്റി, അതിൽ നമ്മൾ പലവരായിട്ട് ഇൻ്ററാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ അയൽവാസികളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വാക്ക് പറയാറുണ്ട്, സങ്കേന ഗുണാദോഷം, കൂട്ടുകൂടി നന്മയും തിന്മയും വരും, ദുഷ്ടം ദൂരവർജയേത്തെന്ന് കൂടി പറയുന്നുണ്ട്. ദുഷ്ടന്മാരെ ദൂരെ വയ്ക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നന്മയുള്ള ആൾക്കാരെ കണ്ടെത്തുക. നല്ല രീതിയിൽ നമ്മളെ പോസിറ്റീവായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് സംസാരിക്കുക. നല്ല ഫാമിലി ഗെറ്റ് ടുഗെദറൊക്കെ ആവാം. എന്നാൽ മോശമാണ്, നമ്മളെ തളർത്തണ അല്ലെങ്കിൽ ഏറ്റവും വേഴ്സ്റ്റായിട്ട് ചിന്തയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒട്ടും പോകരുതെന്ന് പറയാം. അവരുടെ ആ നെഗറ്റീവ് എനർജി പോലും നമ്മളെ ബാധിക്കും, നമ്മുടെ മെൻ്റൽ പവറിനെ, നമ്മുടെ സ്പിരിച്വൽ പവറിനെ ബാധിക്കും എന്നതാണ്. അതുകൊണ്ട് അവരൊക്കെ ദൂരെ വയ്ക്കുക. ഫിസിക്കലി നമ്മളെങ്ങനെ ഫിറ്റാവുക? കുട്ടികളാണെങ്കിൽ പുറത്തു പോയി കളിക്കുക. ഈ ഫോണിൽ വീഡിയോ ഗെയിമോ അല്ലെങ്കിൽ ടി വിയിലുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. കുട്ടികൾ അതിനൊന്നും വിടരുത്. പുറത്ത് മണ്ണിലേക്ക് വരട്ടെ, കളിക്കട്ടെ. കുട്ടികളായി കഴിഞ്ഞാൽ 1 മണിക്കൂറായാലും ദിവസം കളിക്കണം. ഞങ്ങളൊക്കെ ചെറുതായിരുന്ന കാലത്തൊക്കെ കാണിക്കാത്ത വികൃതികളൊന്നും ഇല്ലയെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യം ഇല്ല, ശരിയാണ്. പക്ഷേ ഉള്ള സാഹചര്യത്തിൽ അവർ പുറത്തിറങ്ങിയിട്ട് പ്രാക്ടിക്കലായിട്ട് നല്ല ഫിസിക്കൽ എക്സസൈസുള്ള ഗെയിമുകൾ കളിക്കട്ടെ. അതാണ് വേണ്ടത്. ഇനിയിപ്പോൾ കുറച്ച് മുതിർന്നവരാണെങ്കിൽ അവർക്ക് ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല, പുറത്തു പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ യോഗ ചെയ്യുക, അല്ലെങ്കിൽ ജിമ്മിൽ പോവുക, എക്സസൈസ് ചെയ്ത് ബോഡി ഫിറ്റാക്കി വയ്ക്കുക. അതാണ് വേണ്ടത്. കാരണം ഫിസിക്കൽ ബോഡി എന്നത് നമ്മുടെ ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഫിസിക്കൽ ബോഡി, ആസ്ട്രൽ ബോഡി, മൈൻഡ് ആൻഡ് സോൾ എന്ന 4 ഘടകമാണ് ഒരു മനുഷ്യൻ്റെ ബോഡിക്കുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ വർക്കാവണമെങ്കിൽ ഫിസിക്കലി കൂടി നമ്മൾ ഫിറ്റായിരിക്കണം. ഫിസിക്കലി ഫിറ്റല്ലെങ്കിൽ നമ്മൾ ഇമോഷണലി, മെൻ്റലി കൂടി സ്ട്രെസ്ഡ് ആവും എന്നതാണ്. അപ്പോൾ ഫിസിക്കലി ഫിറ്റാവാനുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക. ഇനി മെൻ്റലി എന്തൊക്കെയാണ്? സ്ട്രെസ് മാനേജ്മെൻറ്റിന് വേണ്ടി ഏറ്റവും ചെയ്യേണ്ട കാര്യം കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്യാം, സമാധാനമായിട്ടിരും. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് എന്താണ് അത് ചെയ്യാം. ചിലർക്ക് നീന്താൻ പോകണ ഇഷ്ടമായിരിക്കും, ചിലർക്ക് സൈക്ലിംഗ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് കളിക്കാൻ പോകണ ഇഷ്ടമായിരിക്കും. അതേപോലെ ചിലർക്ക് നല്ല ഫുഡ് കഴിക്കണ ഇഷ്ടമായിരിക്കും. ഫുഡ് കഴിക്കണം കേട്ടോ, കൺട്രോൾഡായിരിക്കണേ. നല്ല ഭക്ഷണം കഴിക്കുക. അത് പറ്റുവാണെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ വളരെ ഉത്തമം. പുറത്ത് യാത്രയിൽ പോവുക, നേച്ചറൊക്കെ കാണാൻ പോകുന്നവരുണ്ട് വീക്കെൻഡിലൊക്കെ. അങ്ങനെയുള്ള യാത്രകളൊക്കെ വളരെ ഉത്തമമാണ്. അപ്പോൾ നമ്മൾ മെൻ്റലി ആയിട്ടുള്ള സ്ട്രെസ്സ് നമുക്ക് കുറയും. അതേപോലെ നല്ല ലൈറ്റായിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുക. അത് കുറേ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്, നമ്മുടെ ഇമോഷനൊക്കെ കുറേ എഫക്റ്റ് ചെയ്യുന്നതാണ്. അത് മെൻ്റലി. ഇമോഷണലി എന്താ? പൊതുവെ കേൾക്കാറുണ്ട്, നമ്മൾ ബാക്കിയുള്ളവരായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പാരിസൺ ചെയ്യണം. അതിൻ്റെ ആവശ്യം എന്തിനാ? നിങ്ങളുടെ കുട്ടികൾ എന്നത് യുണീക്കാണ്. ആ കുട്ടിക്ക് ഉള്ള കഴിവ് വേറൊരു കുട്ടിക്ക് ഉണ്ടാവില്ല. ആ കുട്ടിനെ ഒന്ന് പറ്റുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ഡീമോട്ടിവേറ്റ് ചെയ്യാണ്ട്. അവൻ അത്ര മാർക്ക് മേടിച്ചല്ലോ എന്ന് പറയണ പകരം എന്നെക്കൊണ്ട് എന്തോ പറ്റും അത് ചെയ്യും, നീ വളരാനുള്ളതാണ്. അത് എപ്പോഴും അവർക്ക് എന്താ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കണം. എന്താ പറയുക, കുറേ എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് കാര്യമില്ല, വകതിരിവ് എന്നത് വേണം. എഡ്യൂക്കേഷൻ നോട്ട് മാറ്റേഴ്സ്, വിസ്ഡം ഈസ് മാറ്റേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ കുട്ടികൾക്ക് നല്ല സംസ്കാരം കൊടുക്കുക, നല്ല രീതിയിൽ ആൾക്കാരായിട്ട് പെരുമാറാൻ പഠിക്കുക. കുറേ പഠിച്ചിരുന്നിട്ട് കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ പിന്നെ വിഷമിച്ചോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. കുട്ടികൾ ചീത്ത ആയതിൻ്റെ അതിന് കാരണം ഒരു പരിധിവരെ മാതാപിതാക്കൾ തന്നെ എന്നതിൽ യാതൊരു സംശയമില്ല. അത് നമ്മൾ മനസ്സിലാക്കുക എന്നതാണ് വലിയൊരു കാര്യം. അപ്പോൾ അവരെ ഇമോഷണലി എന്താ ചെയ്യുക? കൂടെ ചേർത്ത് നിൽക്കുക, അവരുടെ കൂടെ ഇരിക്കുക,
അവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ മനസ്സിലാക്കുക, കൂടെ ഇരുന്ന് എന്താ പഠിച്ച്, എന്തൊക്കെയുണ്ട്, അവിടുത്തെ വിശേഷങ്ങളൊക്കെ സംസാരിക്കുക, നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ, എക്സ്പീരിയൻസുകൾ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. അവർക്ക് കുറേ സംശയങ്ങളുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മൾ സുഹൃത്തായിരുന്ന അവരുടെ പല കാര്യങ്ങളും വഴി തെറ്റിപ്പോണ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അവരെ ഡൈവേർട്ട് ചെയ്തിട്ട് നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നതാണ്. അതേപോലെ അവരെ സപ്പോർട്ട് ചെയ്യുക. നിന്നെക്കൊണ്ട് സാധിക്കും, നിനക്ക് സാധിക്കാത്തത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ പല പ്രശ്നങ്ങളും തീരും. അത് ഇപ്പോൾ ഈ സമയങ്ങളിൽ പലരും മാതാപിതാക്കൾ ഓടി ഓടി കുറേ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഓടണേ, കുറേ മേടിച്ചു കൂട്ടുകയൊക്കെ ചെയ്യും, ഇഷ്ടം പോലെ ചോദിക്കണ പോലെ കൊടുക്കുകയും ചെയ്യും കുട്ടികൾക്ക്. അപ്പോൾ എന്താ, വാശി പിടിച്ച് കഴിഞ്ഞാൽ മേടിച്ചു കൂട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തായി, കുട്ടിയുടെ പാട്ടിനായി, അച്ഛനമ്മമാരോ അവരവരുടെ പാട്ടിനായി. അപ്പോൾ എന്താ സംഭവിക്കുക, കുട്ടി ചീത്തയായി പോകുന്നേ ഉള്ളൂ. അപ്പോൾ കുട്ടിക്ക് വേണ്ട കാര്യങ്ങൾ അച്ഛനമ്മ കൂടെ നിന്ന് രണ്ടുപേരും കുറച്ച് നേരം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി, അവർ നന്നായിക്കോളും. ഏറ്റവും അവസാനത്തത് സ്പിരിച്വലി വേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഒരു എക്സാമിന് തുടങ്ങണ മുമ്പേ ഒരു 12 ദിവസം നൊയമ്പ് നോക്കുക. നൊയമ്പ് എന്ന് പറയുമ്പോൾ പച്ചക്കറി ഡയറ്റ് നോക്കുക, തലേ ദിവസത്തെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, അന്നുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക, ഒന്ന് ബ്രഹ്മചര്യം പാലിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കും, അപ്പോൾ നമുക്കത് സ്പിരിച്വലി ഫിറ്റ്നസ്സും കിട്ടും, നമ്മുടെ മൈൻഡിന് കാംനെസ് ഉണ്ടാവും, നമ്മുടെ എന്താ പറയുക അകത്തിരിക്കുന്ന ആ സോല് അതിൻ്റെ ഫുൾ എനർജി ഫോർമിൽ അത് നിൽക്കും. അങ്ങനെയാണ് പറയണത്. അപ്പോഴാണ് അതിനെന്താ ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ കുറച്ച് ജപിക്കുക. അവൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അവൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് പരദേവത, നമ്മുടേതായിട്ടുള്ള ദേവതനെ ഒരു 5-10 മിനിറ്റ് കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കാനും ജപിക്കാൻ പഠിപ്പിക്കുക. അതാണ് ആദ്യം വേണ്ടത്. അല്ലാണ്ട് വേറെ എവിടെയെങ്കിലും പോയിട്ട് വലിയ ഉരുളി കമത്തിയിട്ടോ 12,000 ലിറ്റർ പാൽപ്പായസം കഴിപ്പിച്ചിട്ടോ കാര്യമില്ല. ആദ്യം അവൻ്റെ പരദേവതനെ ഒരു 5-10 മിനിറ്റോ ജപിക്കാൻ പ്രാർത്ഥിക്കാനും കുട്ടികളെ പഠിപ്പിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ, അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ പോകുമ്പോൾ എന്താ, ഇതിന് മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടി പറയുകയാണ്. അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫോഴ്സ്, കൈനറ്റിക് ഫോഴ്സ്, അതേപോലെ സ്പിരിച്വലി ഫോഴ്സ്, കോസ്മിക് എനർജി, ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ ബാധിക്കും. അത് നല്ല രീതിയായിട്ടുള്ള ഔട്ട്കമ്മാണ് പറയണത്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി നമ്മുടെ ശരീരത്തിനെ പോസിറ്റീവ് ആക്കണ കൂടി നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ കൂടി അത് വർദ്ധിപ്പിക്കും. അപ്പോൾ എന്താ, കുറേ ഓർമ്മശക്തി കിട്ടും, പഠിച്ചത് നമുക്ക് എക്സിക്യൂഷൻ ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്നതാണ്. അതേപോലെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. വിളക്ക് വെച്ച് കഴിയുമ്പോൾ ഐശ്വര്യമാണ്. വിളക്ക് എന്നത് ഗണപതി സങ്കല്പം കൂടിയാണ്. അപ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ, ഗണപതിനെ, ഒരു ബാലഗണപതിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്താ, എല്ലാ വിഘ്നങ്ങളും തീരാൻ വേണ്ടിയാണല്ലോ ഗണപതിനെ പ്രാർത്ഥിക്കുക. വക്രതുണ്ട മഹാകായ കോടി സൂര്യസമപ്രഭ നിർവിഘ്നം കുറുമേ ദേവ സർവകാര്യേഷു സർവദാ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീം വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നമസ്തേ ശാരദാദേവി കാശ്മീരപുരവാസിനി ത്വാമഹം പ്രാർത്ഥയേ നിത്യം വിദ്യാം ബുദ്ധിം ച ദേഹി മേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഗണപതി ഭഗവാൻ എല്ലാ വിഘ്നങ്ങളും നീക്കി സരസ്വതീ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്തൊക്കെയാണോ പഠിച്ചത് അത് ഓർമ്മയും, ശാരദാദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്താണോ പഠിച്ചത് അത് നമുക്ക് എഴുതി തീർക്കാനുള്ള പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. അപ്പോൾ പ്രാർത്ഥന ഉണ്ടാവട്ടെ, വിളക്ക് വയ്ക്കുക, അമ്പലത്തിൽ പോവുക, ആഹാരം കൊണ്ട് നമ്മൾ ശുചിത്വം പാലിക്കുക, ഫിസിക്കലി നമ്മൾ ഫിറ്റായിരിക്കുക, മെൻ്റലി കൂളായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഇത്ര കാര്യം ചെയ്താൽ മതി. അപ്പോൾ എന്താ, ക്വാണ്ടിറ്റേറ്റീവ്ലി ക്വാളിറ്റേറ്റീവ്ലി ക്വാളിഫൈ ഫോർ ദാറ്റ് എന്നാണ്. താൻ പാതി ദൈവം പാതി. നമ്മൾ പാതിയായിട്ടുള്ള കർമ്മം എന്താ, നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് നല്ല രീതിക്ക് പോയി പരീക്ഷ എഴുതുക, റിസൾട്ട് വരാമെന്നുള്ളത് നമ്മുടെ കർമ്മം നമ്മൾ ചെയ്തു, പിന്നെ റിസൾട്ട് വരാമെന്നുള്ളത് വരും. അത്രയേ ചിന്തിച്ചാൽ മതി. അതിനെ നമ്മൾ യോഗ്യരായി തീരുക എന്നതാണ് പ്രാധാന്യം. ക്വാണ്ടിറ്റേറ്റീവ്ലി ക്വാളിറ്റേറ്റീവ്ലി
എന്താ പറയുക, ഈ ശരീരം കൊണ്ടും അതിൻ്റെ അകത്തിരിക്കുന്ന മനസ്സുകൊണ്ടും ആത്മാവിനെയും കൊണ്ടും ബുദ്ധിയും കൊണ്ടും നമ്മളേതാ ഒരു പരീക്ഷ നേടാൻ പ്രാപ്തരായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക എന്നതാണ് വേണ്ടത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് എല്ലാവരും നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്തോളൂ. പരീക്ഷ എഴുതി നല്ല ഉന്നത വിജയങ്ങൾ ഉണ്ടാവട്ടെ, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് എന്നും എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പൂർണ്ണ